ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷന് വരുന്ന 4 ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തെ നമ്മുടെ LBS ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ CPAS, മൂന്നാമത്തെ നമ്മുടെ PNC MAC, നാലാമത്തത് AMCS FNCK. ഈ 4 അസോസിയേഷൻ, ഈ 4 ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾക്ക് കേരളത്തിൽ ഏത് കോളേജിലും BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. LBS ആപ്ലിക്കേഷൻ എന്താണെന്നും PNC MAC ആപ്ലിക്കേഷൻ എന്താണെന്നും ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ് AMCS FNCK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് അഡ്മിഷൻ, ഇത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. AMCS FNCK എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ വരുന്ന കുറച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നഴ്സിംഗ് കോളേജസ് ഉണ്ട്. അപ്പൊ ഈ കോളേജസ് അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അപ്പൊ ഈ കോളേജസിലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ AMCS FNCK എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്തവണത്തെ, അതായത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ തവണ 2024 35 കോളേജസ് ആണ് ഈ AMCS FNCK എന്ന് പറഞ്ഞിട്ടുള്ള ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഈ 35 ക്രിസ്ത്യൻ കോളേജസ് ആണ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജസ് ആണ്. ഈ കോളേജസിലോട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷനാണ് ഇത്. LBSന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് തന്നെയാണ് ഈ AMCS FNCKയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫിലിയേഷന്റെ കാര്യത്തിൽ പേടി കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ സെയിം ഫീസ്, നമ്മുടെ LBSന് എത്ര ഫീസാണോ നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് ആ സെയിം സെൽഫ് ഫിനാൻസിങ് ഫീസ് തന്നെയാണ് നമ്മുടെ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് വരുന്ന കോളേജസിലും വരുന്നത്. അതിൽ കൂടുതൽ ഫീസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നോർമലി വരുന്ന പോലെ തന്നെ 23,000 രൂപ നമ്മുടെ സ്പെഷ്യൽ ഫീസും അതിന്റെ കൂടെ തന്നെ 10,000 രൂപ നമ്മുടെ കോഷൻ ഡെപ്പോസിറ്റും, ഇത്രയും കാര്യങ്ങൾ സെയിം ആയിട്ട് ഇവിടെയും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സ്റ്റുഡൻസ് ആണ്. LBS ഇങ്ങോട്ടേക്കുള്ള കുറച്ച് സീറ്റ്സ് LBSന്റെ അണ്ടറിൽ വരുന്ന സീറ്റ്സ് ഉണ്ട്, കുറച്ച് NRI സീറ്റ്സ് ഉണ്ട്. അതായത് ഓപ്പൺ മെറിറ്റ് ആണ് ഈ LBSന്റെ അണ്ടറിൽ വരുന്ന സീറ്റ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ NRI സീറ്റ്സ് വരുന്നുണ്ട്, പിന്നെ മാനേജ്മെന്റ് സീറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സീറ്റ്സും വരുന്നുണ്ട്. ഇത്രയും സീറ്റ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ LBS അപ്ലിക്കേഷന് കൊടുത്തിരുന്ന സമയത്ത് അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. അത് കൂടാണ്ട് ഈ AMCS FNCK എന്ന് പറയുന്ന അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്തും അവരെന്ത് ചെയ്യണം, അവരുടെ ഡോക്യുമെന്റ്സ്, പേഴ്സണൽ ഡോക്യുമെന്റ്സ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ അവർ അപ്ലോഡ് ചെയ്തിരിക്കണം. അതിന്റെ കൂടെ തന്നെ ഇവർ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെന്നുള്ള കാണിക്കുന്ന ആ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് കിട്ടാൻ കുറച്ചുകൂടെ ചാൻസ് നമുക്ക് പറയാം. കാരണം LBS വഴി കിട്ടുന്നതിനേക്കാളും ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് ഒന്നുകൂടെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇത് വഴിയാവും, ഈ AMCS FNCK വഴിയാവും പെട്ടെന്ന് കിട്ടുന്നത്. പിന്നെ നമ്മുടെ LBSൽ വരുന്ന സെയിം ആയിട്ടുള്ള പോലെ തന്നെ SC ST വിഭാഗക്കാർക്ക് ഫീസ് അളവുണ്ട്. അതുപോലെ തന്നെ OBCക്കാർക്കൊന്നും ഫീസ് അളവൊന്നും പറയുന്നില്ല. LBSന്റെ സെയിം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ SCBC പറഞ്ഞുള്ള കാറ്റഗറിക്ക് 45% ഫീസ് അളവ് വരുന്നുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31 അവർക്ക് 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ ഈ വർഷമാണെങ്കിൽ ഈ വർഷത്തെ കേസാണ് നമ്മൾ പറയുന്നത്. പിന്നെ 2024-25 സമയത്ത് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ 1,200 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 35 കോളേജസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഓരോ കോളേജസിലോട്ടും നമുക്ക് ഒറ്റ ടൈം ആയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ അപ്ലൈ ചെയ്യുന്ന ആ ഫീസാണ് 1,200 രൂപ എന്ന് പറഞ്ഞിട്ടുള്ളത്. 35 കോളേജസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ എഡിറ്റിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏത് എഡിറ്റിംഗ് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ LBS പോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്തുണ്ട്, കോളേജ് സെലക്ഷൻ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ കോളേജ് സെലക്ഷൻ ഓപ്ഷന്റെ സമയത്ത് ഒരു സ്റ്റുഡന്റിന് 15 കോളേജസ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ AMCS FNCK എന്ന് പറയുമ്പോൾ ടോട്ടൽ 7 അലോട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഈ 7 അലോട്ട്മെന്റിനുമായിട്ട് നമുക്ക് ആദ്യം അപ്ലിക്കേഷന്റെ കോളേജ് സെലക്ഷൻ സമയത്ത് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി വൈസിൽ ഒരു 15 കോളേജസ് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ 7 അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് കോളേജ് സെലക്ഷൻ കിട്ടുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ 15 കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിലായിരിക്കും. നമുക്ക് ഈ ഓരോ അലോട്ട്മെന്റ് നടക്കുന്നതിനിടക്കും നമുക്ക് നമ്മുടെ കോളേജസിന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ 15 കോളേജസിന് 7 അലോട്ട്മെന്റിനും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ എക്സ്ട്രാ കോളേജ് ചേർക്കാനോ അല്ലെങ്കിൽ കോളേജ് ചേഞ്ച് ചെയ്യാനോ ഉള്ള ഓപ്ഷന് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല.
എക്സ്ട്രാ ഡൊണേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ ഈ AMCS FNCKയുടെ ഇതിൽ ആപ്ലിക്കേഷന്റെ സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് വാങ്ങിക്കുന്നില്ല. സെയിം LBS ഫീസ്, അതായത് LBSന് നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് ഫീസ് എത്രയാണോ ആ സെയിം ഫീസ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതായത് AMCS FNCK വഴി അഡ്മിഷൻ കിട്ടിയാലും സെയിം ഫീസാണ് നമുക്ക് വരുന്നത്. ഒരു ഡിമെറിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മെറിറ്റ് സീറ്റ് അല്ലല്ലോ. മെറിറ്റ് സീറ്റ് അല്ലാത്തത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. LBS വഴിയാണ് നമ്മൾ ഈ AMCS FNCK കോളേജിൽ അഡ്മിഷൻ എടുത്തതുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ഈ AMCS FNCK PNC MAC CPAS പോലത്തെ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലോട്ട് ഡയറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് യാതൊരുവിധ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ അധികം സ്റ്റുഡൻസ് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് ഗ്രാൻഡ്സ്. ഗ്രാൻഡ്സിന് പോലും നമുക്ക് ഈ ഒരു സീറ്റാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് മെയിൻ ആയിട്ട് ഒരു ഡിമെറിറ്റ് ആയിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ആപ്ലിക്കേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ AMCS FNCK എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഗൂഗിളിൽ. അപ്പോൾ അവരുടെ പ്രോസ്പെക്ട്സ് കാര്യങ്ങളും കോളേജസ്, ഓരോ കോളേജസിൽ എത്ര സീറ്റ് ഉണ്ട്, അവരുടെ ഫീസ് സ്ട്രക്ചർ, സ്പെഷ്യൽ ഫീസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അവർ കറക്റ്റ് ആയിട്ട് ഒരു ബ്രോഷർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് PDF ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും സംശയം കമന്റ് ചെയ്താൽ.